ഹായ്, ഞാനിന്ന് സിബ് എളുപ്പത്തിൽ എങ്ങനെയാണ് വെക്കുന്നത്, ഞാൻ എങ്ങനെയാണ് വെക്കുന്നതെന്നൊന്ന് കാണിക്കാം. ഞാനിങ്ങനെയാണ് നൈറ്റിക്ക് സിബ് വെക്കുന്നത്. ഇതിപ്പോൾ ഒരു കസ്റ്റമറിന് വേണ്ടി ഞാൻ തയ്ക്കുന്നതാണ്. ഇത് ആദ്യം സിബ് വെച്ചിട്ട് സിബ് എത്ര നീളം ഉണ്ടെന്ന് വെച്ച് നോക്കി ആ നീളത്തിനനുസരിച്ച് മാർക്ക് ചെയ്യണം. ഞാനിവിടെ ഇങ്ങനെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്ര ഇങ്ങനെ കയറ്റി വെച്ചേക്കുന്നത്, ഞാനിത് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളയും. അതിന് ശേഷം ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ സെൻറ്റർ ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് തിരിച്ചിട്ട് ഇത് സിബ് വെച്ച് ഇതിൽ സിബ് അറ്റാച്ച് ചെയ്യണമെന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇതിപ്പോൾ ഇതെങ്ങനെ എടുത്തിട്ടുണ്ട്, ഇത് ഫ്രണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ചിലർ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിൽ വേറൊരു പട്ട വെച്ചടിച്ച് മറിച്ചെടുത്തിട്ടാണ് സിബ് വയ്ക്കുന്നത്. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, അത് നമുക്ക് സമയമെടുക്കും. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ ഇളകി പോകത്തുമില്ല. ആ രീതിയിലാണ് ഇതെങ്ങനെയാണെന്ന് കാണിച്ചത്. ഇതിപ്പോൾ ഞാനിവിടെ സിബ് ഈ തുണിയുടെ അടിയിലേക്ക് വെച്ചിട്ട് ഈ തുണിയെ ഇതുപോലെ മടക്കി ഈ സിബിന് മുകളിലേക്ക് ഇങ്ങനെ വയ്ക്കുകയാണ് ചെയ്യുന്നത്. സിബിന് മുകളിലേക്ക് ഇങ്ങനെ വയ്ക്കുമ്പോൾ നല്ല നീറ്റായിട്ടിരിക്കും. ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങിലിരിക്കും. ഇതിവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇത് മടക്കി എടുക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് വയ്ക്കുന്നത്. ഇങ്ങനെ മടക്കി ഇതിങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ ഇതിവിടെ നിന്നിങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വന്ന് കുത്തി നിർത്തി ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് തിരിച്ച് ഇതിവിടുന്ന് മടക്കി ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് ഞാൻ കഴുത്ത് അടിച്ച് മറിക്കുന്നത്. ചിലർ ഈ കഴുത്ത് അടിച്ച് മറിച്ചതിന് ശേഷമാണ് പിന്നെ കട്ട് ചെയ്തിട്ട് സിബ് വയ്ക്കുന്നത്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കുറച്ചുകൂടെ എളുപ്പം നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. നമ്മൾ സിബ് വെച്ചതിന് ശേഷം കഴുത്തടിച്ച് മറിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്കിതാണ് എളുപ്പമായിട്ട് ഇത് നല്ല ഫിനിഷിങ്ങിൽ ഇരിക്കുകയും ചെയ്യും. സിബ് ഇളകി പോകത്തുമില്ല. ഇതിൻ്റെ അടിയിൽ നമ്മൾ മടക്കിയാണ് വയ്ക്കുന്നത് തുണി. ഇനി ഇത് കഴുത്തടിച്ച് മറിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനിവിടെ ഒരു തുണി മടക്കിയെടുത്ത് കഴുത്ത് മടക്കി വെച്ച് അതേ അളവിൽ ഒരു പീസ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം കളറൊന്നുമല്ല, വേറെ കളറാണ്. പുറത്തേക്ക് വരാത്ത രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കണം. കുഴപ്പമില്ല, വേറെ കളറായാലും കുഴപ്പമില്ല. ഇതിങ്ങനെ ആ കഴുത്തിൻ്റെ അതേ അളവിൽ തന്നെ ഒരു 1/2 ഇഞ്ച് മുകളിലേക്കും താഴേക്കും മാറ്റി അടയാളപ്പെടുത്തി അതേ റൗണ്ടിൽ വെട്ടിയെടുത്ത് ഇവിടെ ചതുരത്തിൻ്റെ ആകൃതിയിൽ വെട്ടിയെടുത്താണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി ഇവിടെ ഇതിൻ്റെ 2 സൈഡ് നമ്മൾ മടക്കി അടിക്കും. ഇവിടെ ഇങ്ങനെ മടക്കി അടിച്ചിട്ട് ആണ് കഴുത്ത് മറിച്ചടിക്കുന്നത്. ഇത് കണ്ടിട്ട് ഇത് ഇങ്ങനെ 2 സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കഴുത്തിലേക്ക് വെക്കുന്നതാണ് നോക്കാം. അതെങ്ങനെയാണ് വയ്ക്കുന്നത്. കഴുത്തിൻ്റെ നല്ല വശത്തേക്ക് ഈ തുണിയുടെ നല്ല വശം ചേർത്ത് വെച്ച് വെക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നമ്മൾ സിബൊക്കെ നേരെ വെച്ച് ലെവൽ ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ വെച്ച് സിബിൻ്റെ നേരെ വെച്ച് നമ്മളത് അകത്തേക്ക് ഇങ്ങനെ ഒരു മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇങ്ങനെ മടക്കി നല്ല കൃത്യമായിട്ട് ആ ലെവലിൽ കറക്റ്റ് ചെയ്ത് മടക്കിയിട്ട് ഇതിലേ ഇങ്ങോട്ട് മുകളിലേക്ക് അടിച്ച് തിരിച്ച് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കാണും. കണ്ടില്ലേ, 2 സൈഡും അടിച്ച് കഴുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ സിബിന് മുകളിലേക്ക് ഒരു തുണി വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വയ്ക്കും. അതിപ്പോൾ എനിക്ക് കട്ട് ചെയ്തപ്പോഴത്തേന് വളരെ കുറച്ച് താമസിക്കുന്നത്, കാരണം സ്ലീവിന് ലെങ്ത്ത് കൂട്ടണമായിരുന്നു. അപ്പോഴത്തേക്ക് ഈ സൈഡ് പീസൊക്കെ എടുത്ത് സ്ലീവിന് ലെങ്ത്ത് കൂട്ടിയത് 2 തുണി കൊണ്ട് പീസാണ്. അപ്പോഴത്തേക്ക് തുണി തികയത്തില്ല. ചെറിയൊരു പീസ് ഇട്ടതിന് ഞാൻ സൈഡിലേക്ക് വെക്കാനായിട്ട് നല്ല ലെവലൊന്നുമില്ല. തയ്ച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ല ഫിനിഷായിട്ട് തന്നെ ഇരിക്കും. ഇതിങ്ങനെ
സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ സിബിൻ്റെ സ്റ്റിച്ചിങ് കഴിയും. ഞാനിങ്ങനെയാണ് സാധാരണ സിബ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ ഒരു തയ്യൽ ഇട്ട് കൊടുക്കും. അപ്പോഴത്തേക്ക് പുറത്തേക്ക് മറിഞ്ഞ് വരാതെ ഇവിടെ ഒരു സ്റ്റിച്ചും ചെയ്യും. ഇതിന് ഫിനിഷ് ചെയ്തിട്ട് വരാം. അതായത് സ്റ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു പിക്സ് തുണി മടക്കി അടിച്ച് വെച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഉണ്ടല്ലേ, ഞാനിങ്ങനെയാണ് സാധാരണ സിബ് വയ്ക്കുന്നത്. എനിക്കിതാണ് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നുന്നത്. പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവർക്ക് ഇതാണ് കുറച്ചുകൂടെ എളുപ്പം. നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് പണി കഴിയും. കാരണം വേറൊരു പട്ടം നമ്മളകത്ത് അടിച്ച് മറിക്കുന്ന സമയം ഒരു സിബ് വെച്ചിടുക. പറഞ്ഞു പോകത്തുന്നില്ല, നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ ഇരിക്കും. കണ്ടില്ലേ? അപ്പോൾ വെച്ച് ഈ തുണി അകത്തേക്ക് വെളിയിലോട്ട് പോകാതെ നമുക്കിവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളതാണ്.